നമസ്കാരം, ഞാൻ ദിനേഷ് സോബർണിക. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെണ്ടുമല്ലി കൃഷിയുമായി ബന്ധപ്പെട്ട് ചെണ്ടുമല്ലി കൃഷിയുടെ ഒരു സ്റ്റേജ് മാറി വരുന്ന അവസ്ഥ, ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നൊരവസ്ഥ. അത് നമ്മൾ 21-ാം തീയതി ഇന്നലെ ഒരു വീഡിയോ കൊടുത്തു. ആ വീഡിയോയിൽ പറയുന്നത് എപ്പോൾ മൊട്ട് വരാനുള്ള ആ ഒരു അടയാളം നമുക്ക് ഒരു സിമ്പൽ നമുക്ക് കാണിച്ചു തരുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ അറിയോ, ഈ സമയത്ത് ആ അവസ്ഥ കാണിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അത്തത്തിന് പൂ പൊട്ടിക്കുന്ന തരത്തിലേക്ക് എത്തും. അപ്പോൾ ഇത് കണ്ട ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ എന്തുകൊണ്ട് ഈ അവസ്ഥ നിങ്ങൾക്ക് മുന്നേ വന്നു. അതായത് നിങ്ങൾ കുറേ ദിവസം മുന്നേ നട്ടു, എന്തുകൊണ്ട് ഈ അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടില്ല, നിങ്ങൾ കുറേ ലേറ്റായി എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് എല്ലാവരും ഇവിടെ വെച്ച് നിർത്തണം. കാരണം ഇനി നമുക്ക് എല്ലാവർക്കും അത്തത്തിന് പൂ പൊട്ടിക്കണം. അപ്പോൾ 21-ാം തീയതി 22-ാം തീയതി ആയിട്ട് തലമടങ്ങുക, കൂമ്പടയുക എന്നൊക്കെ പറയുന്ന ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ മൊട്ട് വരാനുള്ളതിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലായി. ഇനി അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ മൊട്ട് വന്ന ആളുകൾ ആ മൊട്ട് നിർത്തിയാൽ അത് നമുക്ക് അത്തത്തിൻ്റെ കുറേ മുന്നേ വിരിയും. അത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് മൊട്ട് വരാനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇപ്പോഴുള്ള മൊട്ടുകളെല്ലാം റിമൂവ് ചെയ്യുക. എന്നാൽ ചില ആളുകൾക്ക് മൊട്ട് എപ്പോൾ വിരിഞ്ഞാലും വിൽപ്പനയ്ക്ക് ഉപയോഗപ്രദമാവും. അങ്ങനെയുള്ള ആളുകൾ മൊട്ട് നിർത്തിക്കോളും. പക്ഷെ അവരപ്പോൾ എന്ത് ചെയ്യണം, മൊട്ട് വലുതാവാനുള്ള മരുന്ന് കൊടുക്കണം, വളം കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടൈമിൽ നട്ട ആളുകൾക്കുള്ള കാര്യമാണ്. പക്ഷേ നേരത്തെ നട്ട ആളുകളും വൈകി നട്ട ആളുകളും ഇനി ഒരേപോലെ പോകണം. അപ്പോൾ അതിൻ്റെ മുന്നെയായി ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഓർമ്മിപ്പിക്കുകയാണ്. വൈകി നട്ട ആളുകൾക്ക് ഇപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവും, ഞങ്ങൾക്ക് ആ മൊട്ട് വരാനുള്ള അതായിട്ടില്ല, വളർച്ചയായിട്ടില്ല എന്ന്. അത്തരം ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാര്യം പറയുന്നത്, നിങ്ങൾ അത്തത്തിന് പൂ പൊട്ടിക്കണം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഒരു 5 ദിവസം കൂടി കഴിഞ്ഞിട്ട് തിരുവോണത്തിൻ്റെ 2 ദിവസം മുന്നേ നിങ്ങൾക്ക് പൊട്ടിച്ചാൽ മതി എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ, ആ ലക്ഷ്യത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് മൊട്ട് വന്നില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. അത് നമുക്ക് മൊട്ടുണ്ടാവാനുള്ള വിദ്യകൾ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ വൈകി മൊട്ടുണ്ടാവുന്ന ആളുകൾക്ക് അത്തത്തിന് പൊട്ടിക്കാതെ 2-3 ദിവസം കഴിഞ്ഞിട്ട് പൂ വന്ന് പൊട്ടിക്കാനുള്ള വീഡിയോ അടുത്ത് തന്നെ വരും. നാളെ തന്നെ ആ വീഡിയോ ഉണ്ടാവും, നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പം ഇന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ നിന്നും കവർ ചെയ്ത് പോകാനുള്ള കാര്യങ്ങളാണ്. അതായത് 21-ാം തീയതി മൊട്ട് വരുന്ന ലക്ഷണം കാണണം. എന്നാൽ നമുക്ക് ഏകദേശം മൊട്ട് കാണേണ്ട ഡേറ്റ് 25, 26 തീയതികളിലായാൽ മതി. മൊട്ട് കണ്ടു തുടങ്ങേണ്ട ഡേറ്റ്, ചെറിയ മൊട്ട്, വളരെ ചെറിയ മൊട്ട് കണ്ടു തുടങ്ങേണ്ട ഡേറ്റ് 25, 26 മതി. ഇനി അത് 2 ദിവസം അപ്പുറത്തേക്ക് നീങ്ങിയാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഒരു പ്രത്യേക ഡേറ്റിന് തന്നെ പൂ വിരിയണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കണ്ട. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ ഇപ്പോൾ 21-ാം തീയതി ഇന്ന് 22-ാം തീയതിയായി. ഈ ദിവസങ്ങളിൽ കാണുന്ന മൊട്ടുകളെല്ലാം ചിപ്പ് ചെയ്ത് കളയുക. ഈ ദിവസങ്ങളിൽ മൊട്ട് നല്ലവണ്ണം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വളവും കൊടുക്കാണ്ടിരിക്കുക, മണ്ണ് മാത്രം കൂട്ടി കൊടുക്കുക, ആവശ്യമായ നന കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം 25-ന് ശേഷമുള്ള ഒരു ഡേറ്റ് ആണ്. 25 എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 25-ാം തീയതി നമ്മൾ നോക്കുമ്പോൾ അതിൽ ചെറിയ മൊട്ടിൻ്റെ ആ തുടക്കം കാണണം. അതാണ് പറയുന്നത് കേട്ടോ. ചെറിയ മൊട്ടിൻ്റെ തുടക്കം കാണണം. ആ മൊട്ടിൻ്റെ തുടക്കം കാണാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് നോർമൽ കണ്ടീഷനിൽ വളർത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ ആ 25-ാം തീയതി ആ മൊട്ടിൻ്റെ ലക്ഷണം ലക്ഷണം മാത്രം കണ്ടാൽ പോരാ, അതിൻ്റെ ഉള്ളിൽ ചെറിയ മൊട്ട് കാണാം. 25, 26, 27 ആയാലും കുഴപ്പമില്ല, ചെറിയ മൊട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങണം. ആ കണ്ടു തുടങ്ങാൻ വേണ്ടി നിർബന്ധമായും നിങ്ങൾ 13, 27, 27 എന്ന് പറയുന്ന ഈ NPK മിശ്രിതം തളിക്കണം. ഇതിൽ
കുറേ സാധനങ്ങളുണ്ട്. അതായത് ബോറോൺ ഉണ്ട്, കാൽസ്യം, കോപ്പർ, മഗ്നീഷ്യം എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മളെ 30-10 ഉണ്ട് കേട്ടോ. അത് 13-27-27 ഞാൻ ചിലപ്പോൾ പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവും. 13-27-27 27 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പൊട്ടാസ്യം കൂടിയതാണ്. അപ്പോൾ ഈ വളം ഇതിൽ മൈക്രോ ന്യൂട്രിയൻസും എല്ലാ മാക്രോവും എല്ലാം കൂടിയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ചെടിക്ക് വേണ്ടെല്ലാം കിട്ടും. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് 2 തവണ, അതായത് 2 ദിവസത്തെ ഗ്യാപ്പിൽ, ഇപ്പം ഇന്ന് അടിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നാളെ കൊടുക്കാം. വളർച്ച ഉള്ള ആളുകളോടാണ് പറയുന്നത് കേട്ടോ. 1 തവണ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് 1 തവണ കൊടുക്കുക. അപ്പോൾ 25-ാം തീയതി ആ മുട്ടിൻ്റെ ലക്ഷണം, മുട്ട അവിടെ ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ ഇത് അടുപ്പിച്ചിട്ട് 2-3 ദിവസത്തെ ഇടവേളകളിൽ, 2 ദിവസത്തെ ഇടവേള ഇപ്പോൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ലൈറ്റായിട്ട് വളരെ കുറഞ്ഞ ഡോസിൽ 1 തവണ കൊടുക്കുക, അടുത്തൊരു 2 ദിവസം കഴിഞ്ഞ് 1 തവണ കൊടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ. ഇത് അടിച്ചു കൊടുത്തു, ഇത് അടിച്ച് 2 ദിവസം, ഇപ്പോൾ ഇന്ന് തൊട്ട് അടിച്ചോളൂ അല്ലെങ്കിൽ നാളെ തൊട്ട് അടിച്ചോളൂ. അങ്ങനെ അടിച്ചിട്ട് നമുക്ക് ആ മുട്ടിൻ്റെ അതിങ്ങനെ ആ മുൾഭാഗം ഒന്ന് പിച്ചി നോക്കിയാൽ, അങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ ഉള്ളിൽ മുട്ടിൻ്റെ സാന്നിധ്യം ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ആരുടെയെങ്കിലും ചെടികൾക്ക് മുട്ട് വരാനുള്ള ആ ലക്ഷണം കാണിക്കുന്നില്ലെങ്കിൽ, തീരെ മുട്ട് വരാനുള്ള ലക്ഷണം കാണിക്കുന്നില്ലെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യരുത് കേട്ടോ. 25-ാം തീയതി നിങ്ങൾ നോക്കുമ്പോൾ 26, 25, 26, 27 നോക്കിയാലും മതി. 25, 26, 27 തീയതികളിൽ മുട്ട് അതിൻ്റെ മുകളിൽ കണ്ടു തുടങ്ങണം. ആ മുട്ട് കണ്ടു തുടങ്ങുന്നില്ല, ഒരു ലക്ഷണവും അങ്ങനെ കാണുന്നില്ല, മുട്ട അവിടെ പൊടി പോലത്തെ മുട്ടും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചർ ഷോപ്പുകളിലോ കൃഷിഭവനിലോ ഒക്കെ കിട്ടും, പല സ്ഥലത്തും ഉണ്ടായിരിക്കും. ജിബറലിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സാധനം. ജിബറലിക് ആസിഡ് അത് അതായത് പ്ലാന്റിൻ്റെ ഫ്ലവറിങ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോൺ കണ്ടൻ്റാണ്. അത് ജിബർലിക് ആസിഡ് ചേർന്ന ഏതെങ്കിലും പ്ലാന്റ് ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പല മരുന്നുകളാണ്. ജിബർലിക് ആസിഡ് കേട്ടോ, അത് ചേർന്ന മരുന്നുകൾ കിട്ടും. അതിൻ്റെ ഹെവി ആയിട്ടുള്ള സാധനം നിങ്ങൾ മേടിക്കേണ്ട, അത് ചേർന്ന ഏതെങ്കിലും മരുന്ന്, ചിലപ്പോൾ സീവീഡ് എക്സ്ട്രാക്ട് ജെൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിലുണ്ടായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും സാധനത്തിൽ ഈ ജിബർലിക് ആസിഡ് ചേർന്ന കണ്ടന്റ് ഉള്ള ഒരു പ്ലാന്റ് ബൂസ്റ്റർ സാധനം ലിക്വിഡ് കിട്ടും. അതിൽ പറയുന്ന രീതിയിൽ ചെടികളുടെ ടോപ്പിൽ, എല്ലാ കമ്പുകളുടെയും ടോപ്പ് അഗ്രമുകളങ്ങളിലേക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുക, ഡയലൂട്ട് ചെയ്തിട്ട് കേട്ടോ. അതിൽ പറയുന്ന അളവ് നോക്കുക, എന്നിട്ട് ഡയലൂട്ട് ചെയ്ത് ജിബർലിക് ആസിഡ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? തീരെ മുട്ട് വരാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈ പറയുന്നത്. അല്ലാത്ത ആളുകൾക്ക് അടിക്കാം, പക്ഷേ ഇത് അടിക്കുന്ന ആൾക്ക് തീരെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം. അത് 1-2 തവണ ഈ 25-ാം തീയതി കഴിഞ്ഞ് 25-ന് അടിക്കാം, 26 അടിക്കുക, 27, 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷണം കാണുന്നില്ലെങ്കിൽ മാത്രം അത് ഒരു 2 ഡോസ് നല്ല ഇതായിട്ട് ചെടികളുടെ എല്ലാ അഗ്രമുകുളങ്ങളിലും കൊടുക്കുക. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് സീബീഡ് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ പൊട്ടാസ്യമാണ് ചെടികൾക്ക് പൂവിടാനും പ്രായമായി പൂവിടാൻ ഉള്ള സാധനം. അത് നമ്മൾ ചെറിയ തോതിൽ പൊട്ടാസ്യം കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ 13-27 കൊടുത്താൽ പൊട്ടാസ്യത്തിൻ്റെ ഹെവി കണ്ടൻ്റ് ആണ് ഇതിൽ. ഇത് മതി. ഇതാണ് ഞങ്ങൾ നഴ്സറി പർപ്പസിന് ഉപയോഗിക്കുന്ന വളം 13-27. ഇനി അല്ല നിങ്ങളുടെ കയ്യിൽ SOP MOP എന്ന് പറഞ്ഞ വളങ്ങൾ, പൊട്ടാസ്യത്തിൻ്റെ ഹെവി കോൺസെൻട്രേറ്റ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഡയലൂട്ട് ചെയ്ത്, ഏറ്റവും ഡയലൂട്ട് നമ്മൾ കൊടുക്കുന്ന അളവിനേക്കാൾ വളരെ നേർപ്പിച്ച് 2 തവണ 2 ദിവസത്തെ ഗ്യാപ്പിൽ ഒന്ന് ലൈറ്റായിട്ട് കൊടുക്കുക. ഇത് കൊടുക്കുന്ന ആളുകൾ ഇത് മതി കേട്ടോ. SOP MOP കിട്ടുന്ന ആളുകൾ വളരെ ലൈറ്റായിട്ടൊന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂവുണ്ടാവാനുള്ള ഹോർമോണായിട്ടുള്ള ജിബർലിക് ആസിഡിൻ്റെ ആ ഒരു സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ പൂവിന് ഒരു എന്താ പറയുക, ചെടികൾക്ക് തന്നെ മുട്ടുണ്ടാവാനുള്ള ഒരു ടെൻഡൻസി അതിന്ന് ഓട്ടോമാറ്റിക് ഡെവലപ്പ് ചെയ്യും. അതിനാണ് ജിബർലിക് ആസിഡ് ഉപയോഗിക്കുക. അത് കറക്റ്റ് കൊടുക്കുക. ഇതും ഞാൻ പറയുന്നത് ഇത് ആവശ്യമില്ലാതെ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളെ ചെടിക്കൊക്കെ നന്നായി മുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും മുട്ട് വരട്ടെ വിചാരിച്ചിട്ട് ഇത് കൊടുക്കണ്ട. നിങ്ങളുടെ മണ്ണിലും ചെടികളിലൊക്കെ അതിൻ്റെ പിന്നെ ഇടയ്ക്ക് കരിയിലിട്ട് ചെടിത്തോട്ടത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു മൺചട്ടിയോ സിമെൻറ്റ് ചട്ടിയോ എടുത്തിട്ട് കുറച്ച് കരിയിലപ്പം നനഞ്ഞ ഇലകളോ അല്ലെങ്കിൽ ഇലകൾ, അതേപോലെ ചകിരിത്തുപ്പ് ഒക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ പച്ച ഇലകൾ, വാഴയുടെ പച്ച ഇലകൾ കുറച്ച് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പുക വരും. ഈ പുകയും ചെടിയെ വളരെ വേഗത്തിൽ പൂവിടാൻ സഹായിക്കും. ഇന്നു മുതൽ നിങ്ങൾക്ക് അത് ചെയ്യാം. 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, പ്രാണിശല്യം കുറയും. രണ്ടാമത്, ഈ പുകയിൽ നിന്നുള്ള പല സാധനങ്ങളും ചെടിയെ ഉത്തേജിപ്പിച്ചിട്ട് പൂവിടാൻ സഹായിക്കും. ഇത് നിങ്ങൾ തുടർന്ന് പോവുക. ഇത് തുടർന്ന് പോവുക പറഞ്ഞാൽ 25-ാം തീയതിക്ക് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ ബൂസ്റ്റർ ഡോസ് സാധനങ്ങൾ നിങ്ങൾ കൊടുത്താൽ മതി. ഡൗട്ടുള്ള ആളുകൾ 4:30-ക്ക് ശേഷം മാത്രം വിളിക്കുക കേട്ടോ. ഇതാണ് നമുക്ക് ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് പോകേണ്ട സാധനങ്ങൾ. ഇനി ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. ആ സാധനത്തിന് അത് തന്നെ വേണം.
ഉണ്ടോ? അത് നിങ്ങൾ അതിൻ്റെ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ തന്നെ പഠിക്കുക. എന്തെങ്കിലും വാങ്ങി കൊടുക്കുക എന്നുള്ളതല്ല, സൗകര്യമുള്ള സമയത്ത് കൊടുക്കുക എന്നല്ല, നിർബന്ധപൂർവം വളങ്ങൾ കൃത്യസമയത്ത് കൊടുക്കാൻ പഠിക്കുക. നന്നായി പൂടും. നിങ്ങളൊക്കെ ചെയ്താൽ പിന്നെ എങ്ങനെയാണ് ശരിയാവാതിരിക്കുക അല്ലേ? പിന്നെ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ വിശ്വാസം, എൻ്റെ ചെടി കൃത്യസമയത്ത് പൂടും, ഞാൻ അതിനുള്ള എല്ലാ പരിചരണവും കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങളെ മനസ്സിൽ നന്നായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടൊന്ന് പോയി നോക്കൂ. ആ വിശ്വാസത്തിൽ നിങ്ങൾ ചെടികളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, എൻ്റെ ചെടി നന്നായി പൂടുമെന്ന വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ ചെടികളുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ സാമീപ്യം കൊണ്ട് തന്നെ ചിലപ്പോൾ ആ ചെടി പൂടും. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സംശയമുള്ള ആളുകൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക്